ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ വിവാദമാകുമ്പോൾ ഓരോ കള്ളന്മാർ ജയിലിലേക്ക് പോവുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന CPM ആണ് ദേവസ്വം ബോർഡിനെ നയിക്കുന്നത്. വിശ്വാസികളുടെ ആരാധനാലയ കേന്ദ്രമായ ശബരിമലയെ കൊള്ളസങ്കേതമാക്കി മാറ്റുവാനാണ് CPM നേതാക്കൾ ശ്രമിച്ചത്. ഇതിനു മുൻപ് പല സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും ശബരിമല അവിടെ തന്നെ നിലനിന്നിരുന്നു. അവിടെയാണ് പിണറായി സർക്കാർ നിയോഗിച്ചു ചേർന്ന ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന നിലവിലെ സ്വർണം അപഹരണ ബോർഡിന്റെ മുൻ പ്രസിഡന്റ് സഖാവ് പത്മകുമാർ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്താവുമ്പോൾ കേരളക്കര ഒട്ടാകെ ഓർക്കേണ്ട ഒരു മുഖമുണ്ട്. കാട്ടുകള്ളന്മാർ താക്കോൽ സ്ഥാനം കൈക്കലാക്കി ശബരിമല മൊത്തത്തിൽ കട്ടുമുടിപ്പിക്കും മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന അയ്യപ്പസ്വാമിയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ 2018 യുവതീ പ്രവേശനം എന്ന നാടകത്തിന് സർക്കാർ കർട്ടൻ ഉയർത്തുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത പരമഭക്തനായ വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ. ആചാര സംരക്ഷണത്തിനായി ഭക്തർക്കൊപ്പം അദ്ദേഹം നിലയുറപ്പിച്ചു. യുവതീ പ്രവേശന വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ആദ്യം പുനഃപരിശോധനാ ഹർജി നൽകിയവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നാമജപ ഘോഷയാത്രയിലൊക്കെ മുൻപന്തിയിൽ അദ്ദേഹം നിന്നു. ശബരിമല ആചാര സംരക്ഷണത്തിനായി സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപേ രംഗത്ത് വന്ന വ്യക്തി മറ്റാരുമല്ല. പിന്നീട് ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ ഓരോ ചുവടും പ്രയാറിന്റെ അഭിപ്രായത്തിന് പരിഗണന നൽകിയായിരുന്നു. ജാതി തിരിവില്ലാതെ ഹൈന്ദവർ ഒന്നിക്കണമെന്ന് ക്ഷേത്രങ്ങളിലെ പ്രഭാഷണങ്ങളിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പിണറായി വിജയൻ അധികാരമേറ്റ ശേഷവും ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമായി. അതിന്റെ ഫലമാണ് പ്രയാറിന് സ്ഥാനം നഷ്ടമായത്. പമ്പയിൽ തീർത്ഥാടന അവലോകന യോഗത്തിൽ ശബരിമല ക്ഷേത്രം 365 ദിവസവും തുറന്നുകൂടെ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തോട് പറ്റില്ലെന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ വേദിയിൽ വെച്ച് തീർത്ത് പറഞ്ഞത് വിവാദമായി. അദ്ദേഹത്തെ നിഷേധി എന്നും അഹങ്കാരി എന്നും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നത് ആരും മറന്നിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 2 ആക്കി കുറച്ച പിണറായി സർക്കാർ ആ സ്ഥാനത്ത് കേവലം 1.5 വർഷം പിന്നിട്ട പ്രയാറിനെ നീക്കുകയായിരുന്നു. എന്നിട്ട് ആ സ്ഥാനം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പത്മകുമാറിനെ ഏൽപ്പിച്ചു. പിണറായി വിജയന്റെ ഒത്താശയോടെ പത്മകുമാർ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. ശബരിമല വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിന്നതിന് വർഗീയവാദി ചാപ്പ കിട്ടിയ പ്രയാർ ഗോപാലകൃഷ്ണൻ പിന്നീട് അന്തരിച്ചു. തികഞ്ഞ ദൈവവിശ്വാസിയും ഭക്തരുടെ വികാരങ്ങൾക്കൊപ്പം എന്ന് നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയെ മാറ്റി അവിടെ നിയമിച്ച സ്വർണ്ണത്തൊരപ്പന്മാർ അങ്ങനെ അകത്താവുമ്പോൾ ഏതോ ലോകത്തിരുന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇത് കാണുന്നുണ്ടാകും.